Hello dear students, good morning to all. Yes. Okay. Yes. അപ്പോൾ നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൻ്റെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സോ നമ്മൾ ഇന്ന് അപ്പോൾ ഇന്നലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു ഫിസിക്സിൻ്റെ അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് കവർ ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ് മക്കളെ നോക്കണം. നമ്മൾ ഇന്ന് ആദ്യം തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയി തോന്നുന്ന ഒരു ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഏരിയാസ് മാത്രമാണ് ശരിക്കും നിങ്ങളുടെ എക്സാമിന് മെയിനായിട്ട് ഉണ്ടാവുക. അതായത് ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റം, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, അത് വെച്ചുള്ള പ്രോബ്ലംസ്, അങ്ങനത്തെ ആ ഒരു ഏരിയയാണ് മെയിനായിട്ടും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളോട് ചോദിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയ നന്നായി പഞ്ച് ചെയ്ത് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ എന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലാസ്റ്റിലേക്കൊക്കെ പറയാം റോളിംഗ് മോഷൻ ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക്, പിന്നെ റിങ്, അങ്ങനത്തെ ആ ഏരിയാസ് ഒന്നും നമുക്ക് ചോദിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിയ ആ ഒരു NCERT വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുക. ചോദിക്കില്ല, നമുക്കങ്ങ് പ്രതീക്ഷിക്കാം കേട്ടോ. അവർ പറഞ്ഞത് പ്രകാരം പാരലൽ ആക്സിസ് തിയറത്തിൻ്റെയും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെയും അപ്ലിക്കേഷൻ അവർ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ നമുക്ക് ടോർക്ക്, ആംഗുലാർ മൊമെന്റം, സെന്റർ ഓഫ് മാസ്, അങ്ങനത്തെ ആ ഒരു ഏരിയയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതിൽ മെയിനായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു ചാപ്റ്റർ ശരിക്കും നല്ല പ്രയാസമേറിയ ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ആ പ്രയാസമുള്ള ഭാഗങ്ങളൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മെയിൻ ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യും. മക്കൾ നന്നായി എന്ത് ചെയ്യുക, ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. കാരണം എക്സാമിനേഷന് ചോദിക്കാൻ ഏറ്റവും അധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും അത് അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കുകയും ചെയ്യും. സോ നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? തുടങ്ങല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? അറിയോ? ഓക്കെ ഓക്കെ ആണോ? തുടങ്ങാം നമുക്ക്. ഓക്കെ, ക്രേസി വ്ളോഗർ നേരത്തെ എഴുതിയിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ നമ്മൾ പതുക്കെ നൈസായി തുടങ്ങാൻ പോവാണ്. യെസ്, അതൊരു കൃഷ്ണനുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. നോക്കട്ടാ, ശ്രദ്ധിക്കടാ, അവിടെ നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ലിസൺ. ദ ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം ഈസ്. എടാ, ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ L is equal to R cross P എന്ന ഇക്വേഷൻ ആണ്. സിമ്പിൾ, നമുക്ക് അറിയുന്ന ഇക്വേഷൻ അല്ലേ. സോ L is equal to R cross P. തെറ്റിക്കരുത്, L is equal to R cross P. യെസ്, എക്സാക്ട്ലി. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഇക്വേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങിയിട്ട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ, deduce the relation between torque and angular momentum. അത് ഇമ്പോർട്ടന്റ് ആണോ മക്കളെ? എന്ത് ചെയ്യണടാ, ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള ബന്ധം നമ്മൾ ഡിറൈവ് ചെയ്യണം. എങ്ങനെ ഡിറൈവ് ചെയ്യടാ? ഡിഫറൻഷിയേറ്റ് ചെയ്യും ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്താ, ഇവിടെ ലെഫ്റ്റ് സൈഡ് dl/dt ആകും, റൈറ്റ് സൈഡ് d/dt ഓഫ് എന്ത് വരും, R ക്രോസ് P യും വരും. ക്ലിയർ അല്ലേ? ഇനി ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എന്താ dl/dt? അങ്ങനെ തന്നെ വെച്ചോ, ഒന്നും ചെയ്യണ്ട. dl/dt അവിടെ തന്നെ നിൽക്കട്ടെ. റൈറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. പ്രൊഡക്റ്റ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക മക്കളെ? നോക്ക്, റൈറ്റ് സൈഡ് എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലെ, രണ്ടാമത്തെ ആള്, പ്ലസ് പ്രൊഡക്റ്റുള്ള അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ എന്താ അടുത്തെന്താ മക്കളെ? അടുത്തെന്താ, dr/dt ക്രോസ് എന്ത് വരും, P എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു R ക്രോസ് dp/dt. എന്താണ് അത്? ഫോഴ്സ് ആണ്. R ക്രോസ് F പ്ലസ് dr/dt V ആണ്. സോ V ക്രോസ് P എന്ന് വരും. എടാ, വെലോസിറ്റിയും മൊമെന്റും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? R ക്രോസ് F പ്ലസ് 0 എന്ന് എഴുതാം. ദാറ്റ് ബിക്കംസ് R ക്രോസ് F. ദാറ്റ് ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്താ? ടോർക്കാണ്. സോ നമുക്ക് എന്ത് കിട്ടിയടാ? എന്ത് കിട്ടി? dl/dt is equal to ടോ എന്ന് കിട്ടി. അതായത് ടോർക്ക് അല്ലെ, ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള ബന്ധം നമുക്ക് ഈ റിലേഷൻ നമുക്ക് കിട്ടി. സെറ്റ് അല്ലേ? യെസ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലിസൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, മക്കൾ നോക്കണേ, ശ്രദ്ധിക്കണം. യെസ് നോക്കും. Moment of inertia in rotational motion is analogous to mass in linear motion. അല്ലേ? എന്താണ്? ലീനിയർ മോഷനിൽ നമ്മൾ മാസിന് പകരക്കാരനായിട്ട് റൊട്ടേഷൻ മോഷനിൽ ഉപയോഗിക്കുന്ന ആളാണ് ആര്? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. കറക്റ്റ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ. The moment of inertia of a circular disk about an axis perpendicular to the plane at the center is given by. എന്താ പറഞ്ഞത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആരുടെ കാണണം? സർക്കുലർ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. About an axis perpendicular to the plane. ഓക്കെ അല്ലേ? അപ്പൊ ലിസൺ, ഇതാണ് സാധനം ചോദിച്ച സാധനം ഇതാണ്. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അത് ഡയറക്റ്റ് ആയി നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു സാധനമാണ് മക്കളെ. എന്താണ്? mr²/2 ആണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് ദ ഗിവൺ ആക്സിസ് വരിക. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഓക്കെ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്. ഇത് നമുക്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, സോ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്തെന്താ? ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സിന്റെ റൊട്ടേഷൻ മോഷനിൽ ഉപയോഗിക്കുന്ന ആള് മക്കളെ ആരാണ്? ഒരു സംശയം വേണടാ, അതാരാ? ടോർക്ക്. ഈ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് ചോദിക്കുക. മക്കളെ, സെന്റർ ഓഫ് മാസ് എന്താണ്? സെന്റർ ഓഫ് മാസ് കണ്ടിട്ടുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. അത് വെച്ചുള്ള ചെറിയ പ്രോബ്ലംസും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് എന്താണ്, ആംഗുലാർ മൊമെന്റം എന്താണ്, ടോർക്കിന്റെയും ആംഗുലാർ മൊമെന്റത്തിന്റെയും ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് പഠിക്കാം. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം, പിന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇത്രയും മെയിൻ ഏരിയാസ് ആണ്. പിന്നെ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. അത്രയുമാണ് മെയിൻ ആയിട്ടും ഈ ചാപ്റ്റർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ആ ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കടാ. അടുത്ത് മാച്ച് ദ ഫ്ലോയിങ്. നോക്കടാ, മാച്ച് ദ ഫ്ലോയിങ് ആട്ടോ. ചേരും പടി ചേർക്കുക എന്ന് നമ്മൾ പറയൂലേ. മാച്ച് ദ ഫ്ലോയിങ്. ടോർക്ക് എന്താ? ടോർക്ക് ഇവിടെ നോക്കുക. പെർപെൻഡിക്കുലർ ടു ആർ എൻ പി അല്ല. നെറ്റ് ഫോഴ്സ് 0 ആവുക അല്ല. ഒമേഗ ക്രോസ് ആർ അല്ല. ആർ ക്രോസ് എഫ് ആ ടോർക്ക്. സോ ടോർക്ക് എന്താണ്? ആർ ക്രോസ് എഫ് ആണ്. അടുത്ത് ആംഗുലാർ മൊമെന്റം എന്താണ്? ആംഗുലാർ മൊമെന്റം പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി ആണ്. കാരണം എന്താ? L is equal to R cross P അല്ലേ? അതുകൊണ്ട് L എന്ന് പറഞ്ഞ സാധനം ആറിനും പിക്കും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് എന്തിന് സ്യൂട്ടാ? അതിന് സ്യൂട്ടാ. ഇനി ഇതിന് സ്യൂട്ട് അല്ല. സെറ്റ് അല്ലേ? ഇതിനും സ്യൂട്ട് അല്ല, ഇതിനും സ്യൂട്ട് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? L is equal to R cross P എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും ആംഗുലാർ മൊമെന്റം. ആ ഇക്വേഷൻ ഇതിലില്ല, പക്ഷെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണ്? ആംഗുലാർ മൊമെന്റം രണ്ടാക്കും പെർപെൻഡിക്കുലർ, ആറിനും പിക്കും പെർപെൻഡിക്കുലർ. ആ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യും. യെസ്. അടുത്ത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നെറ്റ് ടോർക്ക് എന്താവണം? 0 ആവണം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആവുമ്പോൾ നെറ്റ് ടോർക്ക് എന്താവണം? 0 ആവണം. പിന്നെ ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിന്റെ കറസ്പോണ്ടിങ് നെറ്റ് ഫോഴ്സ് 0 ആവാവുന്നില്ല. ഒമേഗ ക്രോസ് ആർ എവിടെയോ കണ്ടുവരിചയുണ്ട് അല്ലേ? ലീനിയർ വെലോസിറ്റി V is equal to ആർ ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? മോഷന്റെ പ്ലെയിനിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ വെക്ടർ ഫോമിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഒമേഗ ക്രോസ് ആർ എന്ന് പറയൂട്ടോ. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലീനിയർ വെലോസിറ്റി എന്താ മക്കളെ? ഒമേഗ ക്രോസ് ആർ. ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലും ഉണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാച്ച് ദ ഫോളോയിങ് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ്ഡ് ആയി. സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നോക്കടാ, ശ്രദ്ധിക്കും. A solid cylinder of mass 20 kilogram. ഒരു സോളിഡ് സിലിണ്ടർ ആണ്, 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്. ആയിക്കോട്ടെ. ഇനി rotates about its axis with angular speed 100 radian per second. എടാ ഒമേഗ 100 radian per second ആംഗുലാർ സ്പീഡിൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് about its axis. its axis എന്ന് പറഞ്ഞാൽ ഇത് ആക്സ് വരിക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. What is the kinetic? Okay, the radius of cylinder is എടാ radius of cylinder ഇങ്ങ് തന്നിട്ടുണ്ട്. എത്ര? 0.25 മീറ്റർ ആണ്. What is the kinetic energy associated with the rotation of the cylinder? നിങ്ങൾ എന്ത് കാണണം? rotational kinetic energy കാണണം. Okay. Next, what is the magnitude of angular momentum? അതും കാണണം. Of cylinder about its axis. Okay. അപ്പോൾ എന്തൊക്കെ കാണണം? റൊട്ടേഷന്റെ എന്ത് കാണണം? കൈനറ്റിക് എനർജി കാണണം, പിന്നെ ആംഗുലാർ മൊമെന്റും കാണണം. എടാ എങ്ങനെയാണ് നമ്മൾ കാണുക? എങ്ങനെയാണ് നമ്മൾ അത് കാണുക? എങ്ങനെ കാണുക? ആദ്യം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. മക്കൾ നോക്കടാ, കൈനറ്റിക് എനർജി എങ്ങനെ കാണുക?
ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ, ശരിയല്ലേ? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ആദ്യം ഇവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. ഇവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കാണുക? സോളിഡ് സിലിണ്ടർ ആണ്, ആക്സിസ് തന്നതുമാണ്, പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? എന്താ ഇക്വേഷൻ? mr²/2 ആണ് ഇക്വേഷൻ. അതായത് ഇവിടുത്തെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നമുക്കൊരു ധാരണ വേണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് എൻ്റെ ഒരു ഇതിൽ കുറവാണ്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാണ്ട്. അപ്പൊ അതിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത് വാങ്ങണം, മൊമെന്റ് ഓഫ് ഇനർഷ്യ സെക്ഷൻ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? സെറ്റ്. നൗ ലിസൺ. അപ്പൊ mr²/2 ആണ് ഈ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എന്താ? മാസ് എത്ര? മാസ് 2 ആണ്. ഓക്കെ, ആർ എത്ര? 0.25. സോ 0.25ന്റെ സ്ക്വയർ ബൈ എന്തുണ്ടാവും? 2 ഉണ്ടാവും. അപ്പൊ ഈ 2 കട്ട് ആവുമ്പോൾ എന്താ? 0.25ന്റെ സ്ക്വയർ ഏകദേശം 0.0625 ഉണ്ടാവും അല്ലേ? അത്രയും കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നുണ്ടാകും. എന്ത്? 25ന്റെ സ്ക്വയർ 625. അപ്പൊ 4 സ്ഥാനം മാറ്റി 1 2 3 4. ഓക്കെ അല്ലേ? സോ ആൻസർ 0.0625 എന്ന് കിട്ടി. ഇനി അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.0625 കൊടുക്കുക ഇൻറ്റു ഒമേഗ എന്ത് കൊടുക്കുക? 100 ഉണ്ട് അല്ലേ? അതിന്റെ സ്ക്വയർ കൊടുത്താൽ മതി. അപ്പൊ എത്ര സ്ഥാനം മാറും? 4 സ്ഥാനം. അപ്പൊ എന്താ? 1 2 3 4. അപ്പൊ 625/2 അത്രയും ജൂൾസ് ഉണ്ടാവും. എന്ത്? കൈനറ്റിക് എനർജി. സെറ്റ് അല്ലേ മക്കളെ? യെസ്. അടുത്ത ആംഗുലാർ മൊമെന്റം കാണാൻ പറഞ്ഞിട്ടുണ്ട്. L = മക്കളെ I ഒമേഗ അല്ലേ? I ഒമേഗ എത്ര? I തന്നെ 0.0625 ആണ്. എത്ര? ഒമേഗ 100 ആണ്. സോ 2 പ്ലേസ് 1 2. അപ്പൊ ആൻസർ ഈസ് 6.25 എന്താ വരിക? കിലോഗ്രാം മീറ്റർ സ്ക്വയർ റേഡിയൻ പെർ സെക്കൻഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് മക്കളെ ആൻസർ. എല്ലാവർക്കും ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ മക്കളെ? വേഗം പറഞ്ഞേ. സെറ്റ് ആണോ? ചെയ്തത് അത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓക്കെ ആണ്? റെഡി? യെസ്, സെറ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പെർഫെക്റ്റ് ആയി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിഞ്ഞേ തീരൂ കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. അടുത്തെന്താ? State the law of conservation of angular momentum is very, very important. Very, very important. Law of conservation of angular momentum എന്ന് പറഞ്ഞാൽ എന്താ? If there is no net external torque on a body, ഒരു ബോഡിയിൽ എന്ത് ഇല്ല എങ്കിൽ, നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല എങ്കിൽ, നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡിയുടെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യപ്പെടും? കൺസർവ് ചെയ്യപ്പെടും. ക്ലിയർ? സോ ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ ബോഡി, then the angular momentum of that body will be conserved. അത്രയേ ഉള്ളൂ പരിപാടി. സെറ്റ് അല്ലേ മക്കളെ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്. If a particle moves in a circular path with a decreasing speed, ഒരു പാർട്ടിക്കിള് ഒരു സർക്കുലർ പാത്ത് കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. How its angular momentum changes, അതിന്റെ ആംഗുലാർ മൊമെന്റം എങ്ങനെയാണ് മാറുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാണ്? അതിന്റെ മീൻസ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആംഗുലാർ മൊമെന്റം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ആംഗുലാർ മൊമെന്റം മാറണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ആംഗുലാർ മൊമെന്റം ഇപ്പൊ ഈ കേസിൽ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? L = I ഒമേഗ അല്ലേ? L = I ഒമേഗ. എടാ V = R ഒമേഗ എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ഒമേഗ? ഒമേഗ പറഞ്ഞാൽ V/R അല്ലേ? V/R ആണ്. അപ്പൊ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും എന്ത്? I × V/R എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എന്താണ്? V കുറയാണ്. V കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുക? V കുറഞ്ഞു വരുമ്പോൾ അവിടെ സംഭവിക്കുക L കൺസർവ് ആവണമല്ലോ. കാരണം ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല. ബോഡിന്റെ സ്പീഡ് കുറച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ബോഡിന്റെ സ്പീഡ് കുറക്കുമ്പോൾ V കുറക്കുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? V കുറക്കുമ്പോൾ L എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ V കുറയുമ്പോൾ L എന്ത് ചെയ്യാൻ നോക്കും? കുറയാൻ നോക്കും അല്ലെ? L കുറയാൻ നോക്കുമ്പോൾ ആ L നെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യടാ? ആറും എന്ത് ചെയ്യും? അങ്ങ് കുറയും. അപ്പൊ റേഡിയസ് എന്ത് ചെയ്യാൻ നോക്കും? കുറയാൻ നോക്കും. അപ്പൊ റേഡിയസ് എന്ത് ചെയ്യടാ? കുറഞ്ഞു വരും. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ പൃഥ്വിരാജ്, ഓക്കെ പെർഫെക്റ്റ്. യെസ്. അപ്പൊ നോക്കടാ, ശ്രദ്ധിക്കട്ടോ. അപ്പൊ എന്താ പറഞ്ഞ നമ്മള്?
അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ബോഡി സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്ന ഒരു കേസ് ആണെങ്കിൽ സ്പീഡ് കുറയുന്ന സമയത്ത് മക്കളെ അവിടെ ആംഗുലാർ മൊമെന്റം മാറാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആംഗുലാർ മൊമെന്റം ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ എൽ ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ ഒമേഗയിലുള്ള വി കുറയുമ്പോൾ ആറും എന്ത് ചെയ്യണം, കുറയണം. കാരണം വി കുറയുമ്പോൾ എൽ കുറക്കാൻ നോക്കും, എൽ കുറയാൻ പാടില്ല, എൽ കൂടണം അല്ലേ, അതിനുവേണ്ടി ആറ് എന്ത് ചെയ്യും, കുറക്കും. ആറ് കുറയുമ്പോൾ എന്ത് ചെയ്യും, എൽ കൂട്ടാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, അൾട്ടിമേറ്റ് എഫക്റ്റിൽ എല്ലിന് എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ആൻസർ, എന്താ, സ്പീഡ് കുറഞ്ഞാൽ റേഡിയസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ഇൻ ഓർഡർ ടു കൺസേർവ് ഇറ്റ്സ് ആംഗുലാർ മൊമെന്റം. സെറ്റ് അല്ലേ മക്കളെ, ഓക്കെ ആണോ? നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ മക്കളെ, ഓക്കെ ആണോ? ഞാൻ പറ. ഇനി ഇതിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. ലിസൺ, പഠിച്ചു വെക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ട കാര്യം, ഒന്ന് ടോർക്ക്. ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഡെറിവേഷൻ പഠിക്കണം. പിന്നെ രണ്ട് ആംഗുലാർ മൊമെന്റം എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, നിർബന്ധമാണ്. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്, നിർബന്ധമായി പഠിക്കണം, ഡെറിവേഷൻ പഠിക്കണം. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡിറൈവ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, പഠിക്കണം. പിന്നെ നാലാമത്തത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 2-3 മാർക്ക് സെറ്റാ, 3-4 വരെ മാർക്ക് ഇവിടുന്ന് എന്ത് ചെയ്യും, പെർഫെക്റ്റ് ആയി കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇനി അതേപോലെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് സെന്റർ ഓഫ് മാസ് എന്നുള്ളത് പഠിച്ചു വെക്കുക. സെന്റർ ഓഫ് മാസ് വെച്ചുള്ള പ്രോബ്ലംസ് ഇവിടെ നോക്കിക്കേ. സെന്റർ ഓഫ് മാസ് വെച്ചുള്ള ഒരു പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകാൻ ശ്രദ്ധിക്കട്ടോ. നിങ്ങൾക്ക് രണ്ട് വസ്തുക്കൾ അങ്ങ് തരും, രണ്ട് വസ്തുക്കൾ 2 പാർട്ടിക്കിൾ സിസ്റ്റം അങ്ങ് തരികയാണ്. നിങ്ങൾ ചോദിക്കുകയാണ് സെന്റർ ഓഫ് മാസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ നന്നായി ശ്രദ്ധിക്കടാ. ഇവന്റെ മാസ് m1, ഇവന്റെ മാസ് m2, ഇവർ തമ്മിലുള്ള അകലം r. എന്നിട്ട് ചോദിക്കുകയാണ് m1ൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്ക് എത്ര അകലമുണ്ട് എന്ന രീതിയിലേക്ക് നിങ്ങൾ എന്താ പറയുക, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് നമ്പറൊക്കെ ഉണ്ടാവും മാസിനൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ജനറലൈസ് പറയാം. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് ഇവിടെ എവിടെയെങ്കിലും ഒന്നാവുമല്ലോ, എന്തായാലും സെന്റർ ഓഫ് മാസ് എവിടെ ഒന്നായിരിക്കും. അപ്പൊ നോക്കട്ടെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു കോർഡിനേറ്റ് ആക്സിസ് അങ്ങ് ഡ്രോ ചെയ്യുക, ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുക. അതിൽ ആരിൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലമാണോ ചോദിച്ചത്, ഇപ്പൊ ഇവിടെ m1ൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലമാണ് ചോദിച്ചതെങ്കിൽ m1നെ നിങ്ങൾ സെന്ററിൽ കൊണ്ടുപോയി വെക്കുക, ഒറിജിനിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റർ ഓഫ് മാസ് ഇതാണല്ലോ, അതിന് കോർഡിനേറ്റ്സ് കൊടുക്ക്, XCM എന്ന് കൊടുക്ക്, YCM എന്ന് കൊടുക്കുക. സെറ്റ് അല്ലേ? ഇനി ഇവിടെ ഈ പാർട്ടിക്കിളിനും കോർഡിനേറ്റ്സ് കൊടുക്കുക, ഈ പാർട്ടിക്കിളിനും കോർഡിനേറ്റ്സ് കൊടുക്കുക. ഞാൻ ഈ m1ന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പോവാണ്. m1ന്റെ കോർഡിനേറ്റ്സ് ആണ് 1, അവന്റെ x കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റ് എന്താണ് 0. കഴിഞ്ഞു. ഇനി m2ന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പോവാണ്. m2ന്റെ x കോർഡിനേറ്റ് പറഞ്ഞാൽ ഈ നീളമല്ലേ, ആണ്. ആ നീളം പറഞ്ഞാൽ 6 അല്ലേ. അപ്പൊ m2ന്റെ x കോർഡിനേറ്റ് 6, പക്ഷെ m2ന്റെ y കോർഡിനേറ്റ് എന്താ 0. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വേഗം അവരെ കോർഡിനേറ്റ്സ് പറയാം. ആരെ കോർഡിനേറ്റ്സാ? മാസം, 2 മാസമില്ലേ, ആ 2 മാസിന്റെയും കോർഡിനേറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് പറയാം. എവിടെ വെച്ചതുകൊണ്ടാ? ഒരാളെ ഒറിജിനിൽ വെച്ചുകൊണ്ട് അവന്റെ കോർഡിനേറ്റ് 0, മറ്റേ ആളെ ഞാൻ ഇവിടെ വെച്ചതുകൊണ്ട് അവന്റെ കോർഡിനേറ്റ്സ് r0. പരിപാടി കഴിഞ്ഞല്ലോ. സെറ്റ് അല്ലേ? യെസ്. നൗ ലിസൺ. ഇനി കാണേണ്ടത് ഇക്വേഷൻ എന്താ? സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ XCM ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? m1x1 പ്ലസ് m2x2 ബൈ m1 പ്ലസ് m2. ഈ ഇക്വേഷനിൽ നേരെ ചാമ്പിയാൽ മതി. ഓക്കെ അല്ലേ? നൗ ലിസൺ. ഇനി YCM ആണെങ്കിൽ കാണാം. YCM എന്താ വരിക? m1y1 പ്ലസ് m2y2 ബൈ m1 പ്ലസ് m2 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു, എടാ m1ന് ഒരു വാല്യൂ ഉണ്ടോ, നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ തൽക്കാലം m1 തന്നെ കൊടുക്കുകയാണ്. m1 ഇൻറ്റു അവന്റെ x കോർഡിനേറ്റ് 0 അല്ലേ, പ്ലസ് അടുത്ത് m2 ഇൻറ്റു അവന്റെ x കോർഡിനേറ്റ് 6 അല്ലേ, ആണ്, ഡിവൈഡ് ബൈ ഇനി അവരെ മാസിന്റെ സമ്മ് m1 പ്ലസ് m2 that is equal to m2r by m1 plus m2. ശരിയല്ലേ? ഇത് ശരിക്കും ഇക്വേഷൻ ബൈ ഹാർട്ട് ഒക്കെ ചെയ്യാവാണെങ്കിൽ എങ്ങനെ അറിയോ?
M1-ൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലം ഇസ് ഈക്വൽ ടു M1-ൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലം ഇസ് ഈക്വൽ ടു അപ്പുറത്തുള്ള ആള് ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. അപ്പുറത്തുള്ള ആളാണ് M2 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 6, M2 ഇൻറ്റു R ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ YCM എന്തായിരിക്കും വരിക? YCM എന്താ വരിക? ഇതുപോലെ തന്നെ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു അവൻ്റെ y കോർഡിനേറ്റ്സ് എന്താ 0 പ്ലസ് അടുത്ത് M2 ഇൻറ്റു അവൻ്റെ y കോർഡിനേറ്റ് 0 അല്ലേ ബൈ M1 പ്ലസ് M2 ദാറ്റ് ഈസ് ഈക്വൽ ആൻസർ എന്താണ്ടാവും 0. കാരണം y കോർഡിനേറ്റ് 0 വരുള്ളൂ. കാരണം എന്താ ഈ പോയിന്റിൽ YCM 0 അല്ലേ എന്ന്. YCM എന്താണ്? 0 ആണ്. അപ്പൊ ഈ രീതിയിലേക്ക് സെന്റർ ഓഫ് മാസ് നിങ്ങൾ കണ്ടെത്താൻ കൃത്യമായിട്ട് പ്രാക്ടീസ്ഡ് ആവണം. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ്, കാരണം ഇതിൽ ഒരുപാട് വൈഡ് റേഞ്ചിലേക്ക് ചോദിക്കാനൊന്നും ക്വസ്റ്റ്യൻസ് ഇനി ഇല്ല. സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പ്രാക്ടീസ്ഡ് ആവണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നോക്കടാ, ഇതാ ഒരു മാസ് 5 കിലോഗ്രാം മാസ് ഉണ്ട്, പിന്നെ ഒരു 10 കിലോഗ്രാം മാസും ഉണ്ട്. അവർ തമ്മിലുള്ള അകലം ഒരു 4 മീറ്റർ ആണ് എങ്കിൽ ഓക്കെ അല്ലേ? സെന്റർ ഓഫ് മാസിന്റെ ലൊക്കേഷൻ ഫ്രം 5 kg മാസ് കാണണം. അപ്പൊ സെന്റർ ഓഫ് മാസ് ഫ്രം 5 kg അല്ലേ? ഓക്കെ, സോ സെന്റർ ഓഫ് മാസ് ഡിസ്റ്റൻസ് ഞാൻ ഒരു കാര്യം ചെയ്യാം, എക്സ് സെന്റർ ഓഫ് മാസ് എടുക്കാം. ഈ എക്സ് പറഞ്ഞാൽ എന്താ? 5-ൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലമാണ് ഞാൻ എന്തെടുക്കണേ? XCM എടുക്കണേ വിചാരിച്ചോ. അപ്പൊ എന്താ XCM എന്താ മക്കളെ വരിക? പറ. XCM എന്താ വരിക? 5 എന്നുള്ള അകലല്ലേ വേണ്ടി. അപ്പൊ അപ്പുറത്തെ ആള് ആരാ? 10 ഇൻറ്റു ഇവർ തമ്മിലുള്ള അകലം 4 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 15. ആൻസറായി. കട്ട് 2 3. ആൻസർ ഈസ് 8/3 സെന്റിമീറ്റർ. അല്ലെങ്കിൽ ഇത് മീറ്റർ. ഓക്കെ, അപ്പൊ 8/3 എന്തുണ്ടാവും? ഇവിടെ മീറ്റർ ഉണ്ടാവും. അപ്പം 5 കിലോഗ്രാമിൽ നിന്ന് 8/3 മീറ്റർ അകലെയായിരിക്കും ആരുണ്ടാവുക? സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. നേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? അവിടെ ഇതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഇതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചോ, ഇങ്ങനെയാണ്. ഇങ്ങനെ കോർഡിനേറ്റ്സ് ആക്സ് ഇങ്ങനെ വരച്ചിട്ട് ഇവിടുത്തെ കോർഡിനേറ്റ്സിനെ 0 0 എന്ന് വിളിക്കുക. ഈ കോർഡിനേറ്റിനെ 4,0 എന്ന് വിളിക്കുക. 4,0 വിളിക്കുക. ഇതാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അവൻ്റെ XCM, YCM 0 ആണ് വരിക. XCM എത്രയാണോ അതാണ് ഡിസ്റ്റൻസ് വരിക. അപ്പോൾ XCM കാണണം. വാട്ട് ഈസ് XCM? XCM is equal to M1 x1 plus M2 x2 by M1 plus M2 that is equal to M1 5 ആണ്. അവിടുത്തെ എക്സ് വാല്യൂ 0 ആണ്. 0 പ്ലസ് അടുത്ത് M2 എത്ര? 10 ആണ്. അവൻ്റെ എക്സ് 4 ആണ്. സോ 10 ഇൻറ്റു 4 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 5ഉം 10ഉം 15. സോ ആൻസർ ഈസ് 10 ഇൻറ്റു 4 ബൈ 15. കട്ട് 2 3. ആൻസർ ഈസ് 8/3 എന്ന് തന്നെ കിട്ടും. രണ്ട് രീതി ചെയ്താലും ആൻസർ എന്താ മക്കളെ? സെയിം. ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ് ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഈ രീതിയിലേക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസും മേ ബി ഏത് ഏരിയയും ചോദിക്കാൻ പറ്റും, ഈ ഒരു ഏരിയയും ചോദിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കണ്ടന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞു, വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അത്രയും കണ്ടന്റ് പെർഫെക്റ്റ് ആയിരിക്കാം. ഇനി ടോർക്കിന്റെ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ മക്കൾ നോക്കിക്കോ. ടോർക്ക് നമ്മൾ ഇങ്ങനെ കാണിക്കുക. ടോർക്കിന്റെ പറയുകയാണെങ്കിൽ ലൈക്ക് ദിസ്, ഇത് ഫോഴ്സ് ആണ്, ഇത് R ആണ്, ഈ ആംഗിൾ തീറ്റ ഓർമ്മ നിങ്ങൾക്ക് അങ്ങനെ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് 90 ഡിഗ്രി ആക്കൂലേ. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് X ആക്കി എടുക്കൂലേ. ഇത് ഫോഴ്സ്, ഇത് R ആണ്. സോ ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ. ഓക്കെ, ഫ്രം ഹിയർ മക്കളെ എന്താണ് ടോർക്ക്? എന്താ ടോർക്ക്? ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, between line of action of force and acceleration. Torque definition എന്താ? Torque is the product of force and perpendicular distance between line of action of force and acceleration അല്ലേ. അപ്പോൾ listen, line of action of force ഇതല്ലേ വരികയാണ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതല്ലേ വരികയാണ്, ഈ ലൈൻ ഓഫ് ആക്ഷനും ആക്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേന്ന്. അപ്പോൾ ഫോഴ്സിനെയും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും അല്ലേ. സോ വാട്ട് ഈസ് ടോർക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു വാട്ട് ഈസ് ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് X കാണണം. അതിനുവേണ്ടി ഈ ട്രയാങ്കിൾ ഞാൻ എന്തെടുക്കാൻ പോവാണ്? സൈൻ തീറ്റ എടുക്കാൻ പോവാ. കൂടാതെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R അല്ലേ. വാട്ട് ഈസ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വാട്ട് ഈസ് സൈൻ തീറ്റ? X ബൈ R ഉണ്ടാവും അല്ലേ. വാട്ട് ഈസ് X? X is equal to R സൈൻ തീറ്റ ഉണ്ടാവും അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ? F ഇൻറ്റു X വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു R സൈൻ തീറ്റ വരും. ദാറ്റ് ബിക്കംസ് R ക്രോസ് F എന്ന് വരും. ഓക്കെ അല്ലേ. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. റിയൽ മക്കളെ. ഇനി എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ മൊമെന്റം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക. എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ മൊമെന്റം ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആംഗുലാർ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ ചോദിക്കുകയാണെങ്കിൽ മക്കളെ ടെൻഷൻ അടിക്കേണ്ട. ചെറിയ ഒരു മാറ്റം മാത്രം. എന്ത് മാറ്റാം? മാറ്റം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ആംഗുലാർ മൊമെന്റം ഡെഫിനിഷൻ എന്താ? ടോർക്ക് ഡെഫിനിഷൻ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. എന്താ?
It is a product of linear momentum and perpendicular distance between line of action of momentum and axis of rotation എന്നാണ്ടാവുക അല്ലേ. അപ്പോൾ സെയിം ടൈപ്പ് ഡെഫിനിഷൻ ആണ്. മാറ്റങ്ങൾ എന്ത് മാത്രമാണ് ഉള്ളത്? മാറ്റം ഈ എഫ് എന്ന് കാണുന്നിടത്ത് നിങ്ങൾ എന്താക്കി മാറ്റുക? പി ആക്കി കൊടുക്കുക. പി പി പി. വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളെ ഇക്വേഷൻ എന്തായി മാറി? നമ്മളെ ഡെറിവേഷൻ എന്തായി മാറി? ആംഗുലാർ മൊമെന്റത്തിന്റെ എന്ത് കിട്ടി? ഇക്വേഷൻ നമുക്ക് കിട്ടി കേട്ടോ എന്നുള്ള എല്ലാ പരിപാടി കഴിഞ്ഞു. മക്കളെ സെറ്റാണോ? റെഡിയാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇത്രയും കണ്ടന്റ് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഏകദേശം നിങ്ങളുടെ കയ്യിലാകും എന്നുള്ളതാണ് ഞാൻ മോഡൽ എക്സാമുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയാൻ പോണത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എന്നുള്ള മാർക്ക് കയ്യിലായി. ഓക്കെ, ഇത്രയും. പിന്നെ ഒരുപാട് ലെവലിലേക്കൊക്കെ ചോദിക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ മാറും. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു നോർമൽ ലെവലിലേക്ക്, ഈ ലെവലിലാണ് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷന്, ബോർഡ് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് നമ്മൾ പെർഫെക്റ്റ് ആയി കംപ്ലീറ്റ് ആക്കി. എവറിബഡി ക്ലിയർ? Ready? Set on. Very good. So we can move on to the next chapter, that is gravitation. Gravitation എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം. Listen. Gravitation എന്തൊക്കെ നോക്കാം മക്കളെ, ശ്രദ്ധിക്കടാ. എന്തൊക്കെയാണ്? Our earth has several artificial satellites, but the moon is the only natural satellite. Is the acceleration due to gravity at the surface of earth is g. എടാ എർത്തിന്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? g ആണ്. Arrive at the expression for acceleration due to gravity at a depth d. എടാ ഡെപ്ത് ഡിയിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഡെപ്ത് ഡിയിൽ കേട്ടോ, ഡെപ്ത് ഡിയിലുള്ള ആക്സിലറേഷൻ ഗ്രാവിറ്റി നമ്മൾ കാണണം. സോ ലിസൺ എങ്ങനെ കാണാം? സോ സർഫസിൽ ജി ആണ്, ഇവിടുത്തെ ആക്സിലറേഷൻ ജി ഡാഷ് ആയിക്കോട്ടെ. സോ വാട്ട് ഈസ് ജി? ജിന്റെ ഇക്വേഷൻ ആണ് ജി എം ബൈ ആർ സ്ക്വയർ. സമ്മതല്ലേ? ജി എം ബൈ ആർ സ്ക്വയർ. നെക്സ്റ്റ് വൺ ഈസ് എന്താ മക്കളെ? ഡെപ്ത് ഡിയിലുള്ള ആക്സിലറേഷൻ എത്ര? ജി ഡാഷ് ഈസ് ഈക്വൽ എന്താ മക്കളെ വരിക? ജി എം ബൈ ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ. ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, അത് തെറ്റും. ഈ രീതിയിലേക്ക് നമ്മൾ ഇത് ഹൈറ്റ് പോകുമ്പോഴാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ എന്ത് രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുക? നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട ഇക്വേഷൻ ആണ് ഡെൻസിറ്റി ഇക്വേഷൻ. 3g by 4 pi rg എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് പ്ലാനറ്റ്. നൗ ഫ്രം ഹിയർ വാട്ട് ഈസ് g? g is equal to 4 pi r rho g by 3. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഡെപ്തിന്റെ കേസാണ്. ഓക്കെ, ആ കേസിൽ നമ്മൾ എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ നോക്കിക്കോ. ജി അറ്റ് സർഫസ് എന്താ? 4 pi r rho g by 3. ജി ഡെപ്ത് അല്ല, സോറി, ഇത് ജി സർഫസിൽ. ഇനി ഡെപ്ത് ആണെങ്കിൽ ജി ഡാഷ് എന്താ വരിക? 4 pi ഇൻറ്റു ഡെപ്ത്. ഡെപ്ത് പറയുമ്പോൾ റേഡിയസ് എടുക്കണ്ടേ, ഈ പോയിന്റിലുള്ള റേഡിയസ്. അപ്പൊ എത്ര ഉണ്ടാവും? സെന്ററിൽ നിന്ന് നേരത്തെ ഈ റേഡിയസ് R ആയിരുന്നു. അപ്പൊ സെന്ററിൽ നിന്ന് ഇതെല്ലാം എടുക്കേണ്ടി. അത് കാരണം എത്ര ഉണ്ടാവും? റേഡിയസിന് ഡി കുറക്കണം. അപ്പൊ ആറിന് എന്താ കൊടുക്കേണ്ടത്? ആർ മൈനസ് ജി ഇൻറ്റു റോ ജി ബൈ 3 വരും. രണ്ട് ഇക്വേഷൻസ് ആണ് ഡിവൈഡ് ചെയ്യുക. ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 2/1 ചെയ്യണം. 2/1 ചെയ്യുമ്പോൾ മക്കളെ എന്താ കിട്ടുക? ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു ഇത് ബൈ ഇത് ചെയ്യുമ്പോൾ ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 4 pi ഇൻറ്റു ആർ മൈനസ് ഡി ഇൻറ്റു റോ ജി ബൈ 3 ബൈ 4 pi r rho g by 3. 4 pi cut rho g cut 3 cut. That is equal to r minus d by r, that is equal to 1 minus d by r എന്ന് കിട്ടും. എന്ത് g dash by g എന്തെന്ന് കിട്ടി? 1 minus d by r എന്ന് കിട്ടി. g അങ്ങോട്ടേക്ക് എടുത്താൽ എന്താ സംഭവിക്കുക? g അങ്ങോട്ടേക്ക് എടുത്താൽ g dash is equal to g into 1 minus d by r എന്ന് വരും. സെറ്റ് അല്ലേ മക്കളെ? This is our expression. അപ്പൊ നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞതാണ് മക്കളെ. വൃത്തിക്ക് ചെയ്തോളുക, ബിക്കോസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി അല്ലേ മക്കളെ? റെഡി? സെറ്റ്? റെഡി? ഓക്കെ, ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നതാ, നോക്കടാ. അടുത്ത എന്താ? ഡിസ്റ്റൻസ് ടു ദ മൂൺ ഫ്രം എർത്ത് എത്ര? ഡിസ്റ്റൻസ് ഫ്രം മൂണിൽ നിന്ന് എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, എർത്ത് ആണ്, എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 3.84 10⁸ മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ്
And the time period of moon's revolution is, moonന്റെ time period of revolution 27.3 days ആണ്, 3 days ആ. Obtain the mass of the earth. We want to find mass of earth. എർത്തിന്റെ മാസ് കാണണം. അപ്പൊ അതിന് ആദ്യം ഇത് മൂൺ എന്താണ്? സാറ്റലൈറ്റ് ആണ്. സാറ്റലൈറ്റ് ഇത് പ്ലാനറ്റ് ആണ്. അപ്പൊ ഇവന് ചുറ്റും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അവിടെ നമ്മൾ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ സാറ്റലൈറ്റിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമുക്കുള്ള ഇക്വേഷൻ T is equal to 2 pi root of r plus h whole cube divided by gm. എന്താ ഈ r plus h? ഓർബിറ്റൽ റേഡിയസ് ഓഫ് മൂണ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിന്റെ സെന്ററിന്ന് മൂണിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സെന്ററിന്ന് മൂണിലേക്കുള്ള അകലം അതല്ല ഇങ്ങ് തന്ന്. അപ്പൊ നിങ്ങൾക്ക് r plus h എന്ന് പറഞ്ഞ സാധനം ഇങ്ങ് തന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് ഈസ് ടു? അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ലിസൺ, r plus h ആണല്ലോ ഈ അകലം. അപ്പൊ ഈ r plus h നെ വേണമെങ്കിൽ നിങ്ങൾ സ്മോൾ r എന്ന് വെച്ച് കാണിച്ചാലോ? എന്താണ്? അപ്പൊ സ്മോൾ r ക്യൂബ് എന്ന് കൊടുത്താൽ മതി. സ്മോൾ r ക്യൂബ് ബൈ g എന്ന് വരും അല്ലേ? സ്ക്വയർ ചെയ്യുക. അപ്പൊ മക്കളെ എന്താ? T square is equal to 2 pi, sorry 2 pi അല്ല, മൊത്തം സ്ക്വയർ ചെയ്യും. അപ്പൊ എന്താ? 4 pi square into r cube by gm എന്ന് വരും. ഇവിടുന്ന് മാസ് ഓഫ് എർത്താ കാണാൻ പറഞ്ഞത്. ഈ m ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ എന്താ? m is equal to 4 pi square into r cube by g ഉണ്ട്, പിന്നെ t square ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം 4നും പൈക്കും ഒക്കെ വാല്യൂസ് കൊടുക്കുക. ആ റേഡിയസ് എന്ത് കൊടുക്കടാ? ആ വാല്യൂ നേരെ കൊടുത്തോ, ബിക്കോസ് അത് മീറ്ററിലാണ്, കുഴപ്പമൊന്നുമില്ല, നേരെ കൊടുക്കാം. ഇനി അടുത്തതാ മീറ്ററിലാണ് കേട്ടോ, കുഴപ്പമില്ല, നേരെ കൊടുക്കുക. ആർ ക്യൂബിനും വാല്യൂ കൊടുത്തു. ഇനി ജിക്ക് എന്താ? 6.611 നേരെ കൊടുക്കുക. പിന്നെ ടി സ്ക്വയർ, ടി എന്ന് പറഞ്ഞാൽ 27.3 ഡേയ്സ് മാറ്റണം. ഇവനെ ഡേയ്സ് എന്നുള്ളത് സെക്കൻഡ്സിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് മാസ് കിലോഗ്രാം എന്ന SI യൂണിറ്റിലേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? 27.3 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? ഒരു ദിവസം 24 hours. അപ്പോൾ ഇത്രയും ഡേയ്സ് എത്ര? ഇത്രയും ഇൻറ്റു 24 hours എന്ന് കിട്ടും. ഇനി ഹവേഴ്സിനെ നിങ്ങൾ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക? 27.3 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60. ഇപ്പം എന്തിലേക്ക് മാറി? ഹവർ എന്നുള്ളത് സെക്കൻഡ്സിലേക്ക് മാറി. എന്നിട്ട് ഈ വാല്യൂ വേണം നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ടി സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നേരെ കൊടുക്കുക, കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ, കുത്തുക, ആൻസറിലേക്ക് എത്തുക. എത്രയാണോ അത്രയും കിലോഗ്രാം എന്ന് കിട്ടും. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാവർക്കും സെറ്റ് ആണോ? ചെയ്ത രീതിയാണ് മക്കളെ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ചെയ്തത് എങ്ങനെയാണ് ഞാൻ ചെയ്തെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെ മൂവ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഈ പ്രോബ്ലം കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. നല്ല കോൺസെൻട്രേഷൻ വേണം. കാൽക്കുലേറ്റർ വൃത്തിക്ക് യൂസ് ചെയ്യും വേണം. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. How do you explain weightlessness in an artificial satellite? എടാ, ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ വെയ്റ്റ്ലെസ്നെസ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, പറയുക എന്നാണ്. ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും വെയ്റ്റ്ലെസ്നെസ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ വെയിറ്റ്, our വെയിറ്റ് അതൊരു ഫോഴ്സ് ആണല്ലോ. That is utilized to എന്താണ്? Provide centripetal force for our circular revolution around the planet. അതായത് ഈ സാറ്റലൈറ്റിന്റെ ഉള്ളിൽ ഏതൊരു ബോഡി എടുത്തു കഴിഞ്ഞാലും ആ ബോഡിക്ക് വെയ്റ്റ്ലെസ്നെസ് ഉണ്ടാകും. അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, weight of body is utilized to provide centripetal force for revolution. അപ്പോൾ മക്കൾ നോക്ക്, അതായത് ഇതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിന്റെ റെവല്യൂഷൻ ആവശ്യമായിട്ടുള്ള ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. എങ്ങോട്ടേക്ക്? സെന്ററിലേക്ക്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ആരെ? ഇതിന്റെ ഉള്ളിലുള്ള ബോഡിന്റെ വെയിറ്റ്. അപ്പോൾ ഇത് എർത്താണ്, ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ ഈ എർത്ത് പ്ലാന്റിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട് വിത്ത് എ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാണ്? അതായത് ഈ ബോഡിക്ക് ഈ സർക്കുലർ പാത്തിൽ കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്ന് പച്ചക്ക് പറഞ്ഞാൽ mv²/r is equal to ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ആണ്. പറഞ്ഞോ, മനസ്സിലായോ? അപ്പൊ ലിസൺ, ഒറ്റ ആൻസർ ആണ്. വെയിറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ടു പ്രൊവൈഡ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതുകൊണ്ട് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യൂല. സെറ്റ് അല്ലേ മക്കളെ? റെഡിയാണോ? നല്ല ക്വസ്റ്റ്യൻ ആട്ടാ. എവരിബഡി ക്ലിയർ? വേഗം പറ. സെറ്റാണോ? വേഗം കമന്റ് ചെയ്യ്.
Ready? Okay, set. Ready? Ready? Okay. Next, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? For a body to leave from Earth's gravitational field, it should be projected with a minimum velocity. എന്താ പറഞ്ഞത്? ഒരു ബോഡി എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് ലീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു മിനിമം വെലോസിറ്റിയിൽ എന്ത് ചെയ്യണം? എറിയണം. ലിസൺ, നെയിം ദ വെലോസിറ്റി. ആ വെലോസിറ്റിന്റെ പേരെന്താ? ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് എസ്കേപ്പ് വെലോസിറ്റി. എന്താ മക്കളെ? എസ്കേപ്പ് വെലോസിറ്റി എന്നാ വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? എസ്കേപ്പ് വെലോസിറ്റി. അടുത്ത്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദിസ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകും. നോക്കടാ, ലിസൺ, സിമ്പിൾ. ഇത് എർത്താണ്. എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ആ ബോഡി എവിടെ എത്തിക്കണം? നമുക്ക് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കണം. അപ്പൊ ബോഡിയെ ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കണം, നമ്മൾ ഇവിടുന്ന് എറിയാണ് അല്ലെ? എത്ര വെലോസിറ്റിയിൽ എറിയാണ്? ആ വെലോസിറ്റി ആണ് എന്ത്? എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ ലിസൺ, ഞാൻ പറയുന്നു, ഇവൻ നമ്മൾ എറിയുന്നു, എസ്കേപ്പ് വെലോസിറ്റി എറിയുന്നു, അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് എത്തുന്നു. അപ്പൊ ലിസൺ, ഇത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് കൂടെ മൂവ് ചെയ്യായതുകൊണ്ട് ഇവന്റെ എനർജി എന്ത് ചെയ്യണം? ടോട്ടൽ എനർജി കൺസേർവ് ചെയ്യണം. സോ ഇവന്റെ ഇവിടുത്തെ എനർജി എന്തൊക്കെ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -g × m ബൈ ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. ബിക്കോസ് ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം, ഇവന്റെ മാസ് സ്മോൾ എം ആണെങ്കിൽ ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? -g × m ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ആർ. ഇനി ഇവൻ ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി, ഇവ എറിയുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്താ? k = ½ അവന്റെ മാസ് ഇൻറ്റു അവന്റെ എറിയുന്ന വെലോസിറ്റിന്റെ സ്ക്വയർ. ഇനി അവൻ മുകളിലെത്തുമല്ലോ, ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ മക്കളെ വരിക? 0. ഇൻഫിനിറ്റി പൊട്ടൻഷ്യൽ 0 ആണ്. അവന്റെ കൈനറ്റിക് എനർജിയും എന്താവണം? ജസ്റ്റ് ഇൻഫിനിറ്റി 0 ആവണം. സോ ടോട്ടൽ എനർജി ഇവിടെയും അവിടെയും എന്താവണം? ഇവിടെ സെയിം ആവണം. അത് വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇനീഷ്യൽ എന്നും ഇത് ഫൈനൽ എന്നും എടുക്കുകയാണെങ്കിൽ we can say that kinetic energy at initial point plus potential energy at initial point should be equal to kinetic energy at final point plus potential energy at final point. Okay, now this sum ചെയ്യുമ്പോൾ എന്താ മക്കളെ വരിക? -g divided by r plus half mve square is equal to 0 plus 0, that is 0. So from here the അങ്ങോട്ടേക്ക് എടുത്താൽ എന്താ വരിക? half mve square is equal to gmm by r എന്ന് വരും. ഈ എമ്മും ക്യാൻസൽ ഔട്ട്. ഫ്രം ഹിയർ 2 അങ്ങോട്ടേക്ക് എടുത്താൽ എന്താ വരിക? ve square is equal to 2gm by r വരും. ഫ്രം ഹിയർ ve is equal to root of 2gm by r. വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്, വെരി സിമ്പിൾ ഡെറിവേഷൻ ആട്ടോ. അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റി? എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് എത്താൻ പറ്റി. നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷനിൽ. എന്തായാലും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്നുള്ളത്. എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഇതാണ് ഏറ്റവും സിമ്പിൾ ടെക്നിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൂൺ ഡസ് നോട്ട് ഹാവ് ആൻ അറ്റ്മോസ്ഫിയർ അറൌണ്ട് ഇറ്റ്, ഗിവ് ഇറ്റ് ദ റീസൺ. എടാ, മൂണിന്റെ ചുറ്റും എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഒറ്റ ആൻസർ ആണ് മക്കളെ. ശ്രദ്ധിക്കുക, എന്താ? RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. എടാ, ഗ്യാസ് മോളിക്യൂൾസിന്റെ RMS വെലോസിറ്റി എന്താ? ഈ RMS വെലോസിറ്റി റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസിന്റെ ആവറേജ് അല്ലെങ്കിൽ RMS വെലോസിറ്റി എന്ന് പറയുന്നത് മൂണിലെ എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മൂണിൽ എത്ര എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടോ അതിനേക്കാൾ സ്പീഡിലാണ് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുക. അപ്പോൾ മൂണിൽ നമ്മൾ ഗ്യാസിന് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് എന്ത് ചെയ്യും? വേഗം മൂണിന് എസ്കേപ്പ് ചെയ്തു പോകും, പിന്നെ മൂണിലേക്ക് തിരിച്ചുവരാൻ കഴിയൂല. എന്നാൽ എർത്തിന്റെ കേസ് ആണെങ്കിലോ, എർത്തിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ RMS വെലോസിറ്റി എന്തിനേക്കാൾ കുറവാണ്? എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറവാണ്. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എത്ര? 11.2 km/s. മക്കളെ, എന്താണ് ഇതിന്റെ ആൻസർ? എന്താ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? എന്താ? മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. കാരണം എന്താ? മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിന്റെ കാരണം RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഗ്രേറ്റർ ദാൻ
എസ്കേപ്പ് വെലോസിറ്റി അറ്റ് മൂൺ. മൂണിലുള്ള എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കൂടുതലാണ് എന്ത് ഗ്യാസ് മോളിക്യൂൾസിന്റെ എന്ത് RMS വെലോസിറ്റി. എവരിബഡി ക്ലിയർ? റെഡി? ജി എം എന്നുള്ളതിനെ സ്മോൾ GR² മാറ്റേണ്ടേ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ മാറ്റിയാൽ മതി. ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത് വെച്ച് നിർത്തിയാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മാറ്റുകയാണെങ്കിൽ എന്താ വരിക? VE becomes equal to root of 2GR² by R ഉണ്ടാവും. R ക്യാൻസൽ ആകുമ്പോൾ root of 2GR എന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. റൈറ്റ്? ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. root of 2GR എന്ന് എഴുതാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എസ്കേപ്പ് വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി √2 into VO എന്നും എഴുതാറുണ്ട്. ഇതിൽ VE എന്ന് പറഞ്ഞാൽ എന്താ? എസ്കേപ്പ് വെലോസിറ്റി ആണ്. VO എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ സ്പീഡ് ആണ്, ഓർബിറ്റൽ വെലോസിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഇങ്ങ് തന്നിട്ട് എസ്കേപ്പ് വെലോസിറ്റി കാണാൻ ചോദിക്കും. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി VO തന്ന് എസ്കേപ്പ് നേരെ ഇതിലേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി 5 km/s ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി എത്ര ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? VE is equal to √2 into 5. അപ്പോൾ 5√2 km/s ആവും എന്ത് എസ്കേപ്പ് വെലോസിറ്റി. ഇസ് വെരി സിമ്പിൾ. ഓക്കെ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും സെറ്റ് ആണോ മക്കളെ? റെഡി ആണോ? റെഡി? പെർഫെക്റ്റ്. വേഗം കമന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നോക്കടാ, എന്താണ്? ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മേ വേരി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്. മക്കളെ ഉറപ്പിച്ച ക്വസ്റ്റ്യൻ, ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണടാ. എന്ത്? ഡെപ്തും ഹൈറ്റിനനുസരിച്ചും ഡെപ്തിനനുസരിച്ചും എന്ത് മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ്, arrive at an expression for acceleration due to gravity at a height h. എടാ, h ഹൈറ്റിലുള്ള ഒരു ബോഡി അല്ലേ? അപ്പൊ h ഹൈറ്റിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ലിസൺ, അതെങ്ങനെ ഡിറൈവ് ചെയ്യുക? ഇത് എർത്ത് ആണ്, ഇവിടെ ബോഡി ഉണ്ട്. ഈ ബോഡി നമ്മൾ h ഹൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. h ഹൈറ്റിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ g ഡാഷ് ഇതാ. ഇവിടുത്തെ g ഡാഷ് ആക്കി എടുക്കുക, ഇവിടുത്തെ എന്താക്കി എടുക്കുക? g ആക്കി എടുക്കുക. Now what is g dash? എടാ, g dash എന്ന് പറഞ്ഞാൽ എന്താ? g dash is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, gm/r+h² എന്ന് എഴുതാം. Now what is g? g എന്ന് പറഞ്ഞാൽ എന്താ? That is gm/ എന്തുണ്ടടാ? r² ഉണ്ട്. Put this equation number 1, this equation number 2. അപ്പൊ നമ്മൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ, ലിസൺ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? g dash by g becomes equal to gm/r+h² by എന്താണ്? gm/r² എന്ന് വരും. ഈ gm-ഉം ഈ gm-ഉം കട്ടാകുമ്പോൾ മറ്റേ r² മുകളിൽ കയറുമ്പോൾ എന്താ ഉണ്ടാവുക? r²/r+h എന്തുണ്ടാകും? (² is equal to r² ഇവിടുന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു r² പുറത്തേക്ക് എടുക്കുക. ലൈക്ക് ദിസ്. നോക്കിയേ, r² into 1+h/r എന്ന് എഴുതി കൂടെ? നോക്കിക്കേ, ഇവിടുന്ന് r² പുറത്തേക്ക് എടുക്കുക. ഈ സ്ക്വയറിന്റെ പുറത്തേക്ക് എടുക്കുന്നില്ല, ജസ്റ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ (² ഉണ്ടാവും. അപ്പൊ ഒരു r² ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ r എടുക്കാം. r പുറത്തേക്ക് എടുത്ത് അവിടുന്ന് r പുറത്തേക്ക് ഈ r എന്താവും? 1 ആവും, പ്ലസ് h എന്താവും? h/r ആവും അല്ലെ? പിന്നെ എന്തുണ്ട്? (² ഉണ്ട്. നൗ ഈ r² അപ്പൊ ഞാൻ പുറത്തേക്ക് എടുത്ത് എന്താ വരിക? r² into പിന്നെന്താണ്ടാവുക? 1+h/r (² എന്നുണ്ട് കട്ടാവും. സോ ആൻസർ ഈസ് 1+h/r (² താഴെ, അത് മുകളിൽ കയറ്റുമ്പോൾ എന്താ? 1+h/r () എന്ത് വരും? -2. ഇത് മുകളിൽ കയറുമ്പോൾ. സോ വാട്ട് ഈസ് g dash by g? g dash by g is equal to 1+h/r () വരും. From here what is g dash? g dash is equal to g into 1+h/r () എന്ന് വരും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരിക. സെറ്റ് അല്ലടാ? ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ആൾട്ടിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി മക്കളെ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, റെഡി. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ? For a particle to overcome the gravitational pull of the earth, it is projected with a minimum velocity. Name the minimum velocity. എടാ, minimum velocity വിളിക്കുന്ന പേരെന്താണ്? Escape velocity. എന്താ വിളിക്കുക? Escape velocity. Next,
obtain an expression for the above minimum velocity. നമ്മൾ നേരത്തെ കണ്ടു escape velocity expression root of 2gm/r എന്നുള്ള നമ്മൾ കണ്ടു. Okay, next. A ball bounces more on the surface of the moon than on the earth. Explain why. എടാ മൂൺ ആണെങ്കിൽ ഒരു ബോൾ നല്ലതുപോലെ ബൗൺസ് ചെയ്യും, എന്നാൽ എർത്ത് ആണെങ്കിൽ ഒരു ബോൾ കുറച്ച് ഹൈറ്റിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ബൗൺസ് ചെയ്യുള്ളൂ. എന്താ കാരണം? മൂൺ ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ കുറവാണ്, അതുകൊണ്ട് അത് ബൗൺസ് ചെയ്യുന്ന ഹൈറ്റ് എന്ത് ചെയ്യും, കൂടും. എന്നാൽ എർത്ത് ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ എന്താ, കൂടുതലാണ്, അതുകൊണ്ട് അത് ബൗൺസ് ചെയ്യുന്ന ഹൈറ്റ് എന്ത് ചെയ്യും, കുറയും. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ വെച്ചാണ് പറയേണ്ടത്. മൂണിൽ ജി വാല്യൂ കുറവായതുകൊണ്ട് നല്ല ഹൈറ്റിലേക്ക് ബൗൺസ് ചെയ്യും, എർത്തിലാണെങ്കിൽ ജി വാല്യൂ കൂടുതലായതുകൊണ്ട് ബൗൺസ് ചെയ്യുന്ന ഹൈറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും കേട്ടോ. ഓക്കെ, ഫൈൻ. സെറ്റ് അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, അതിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ല, കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അടുത്തെന്താ? A satellite moves in a circular orbit of radius r with an orbital velocity. Derive an equation for the orbital velocity of a satellite. ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. VO. ലിസൺ, സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സാറ്റലൈറ്റും പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ന് വെച്ചാണ്. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. അപ്പൊ ഇവിടുന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ സാറ്റലൈറ്റ്, ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മളുടെ പ്ലാനറ്റ്, അതിന് ചുറ്റും ആര് കറങ്ങുകയാണ്, സാറ്റലൈറ്റ് കറങ്ങുകയാണ്, ഇതിങ്ങനെ കറങ്ങുകയാണ് അല്ലേ. അപ്പൊ ഈ റേഡിയസ് നമുക്ക് r+h എന്ന് വിളിക്കാം, സാറ്റലൈറ്റിന്റെ മാസിനെ സ്മോൾ m എന്ന് വിളിക്കാം, പ്ലാനറ്റിന്റെ മാസിനെ ക്യാപിറ്റൽ M എന്ന് വിളിച്ചാൽ ഈ കറങ്ങുന്നവന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ വരിക, m×v²/r എന്നാണ് വരിക. അപ്പൊ v എന്താ, ഇവൻ കറങ്ങുന്ന സ്പീഡ്, അതാണല്ലോ ഓർബിറ്റൽ വെലോസിറ്റി. യെസ്. അപ്പൊ mv²/ ഇവന്റെ റേഡിയസ് എന്താ, r+h ആണ്. സോ ദാറ്റ് ഇസ് ഷുഡ് ബി ഈക്വൽ ടു കൊടുക്കേണ്ട ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ, അതെന്താ, g×m×m/r+h gm/r² എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. സോ ഇത് രണ്ടും കട്ടാവും. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ഈ എം കട്ടാവുമ്പോൾ വാട്ട് ഈസ് VO? പരിപാടി കഴിഞ്ഞു. √g m/r+h. സോ ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ എന്ത്, ഓർബിറ്റൽ വെലോസിറ്റി. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, if h is very less than r, then r+h is approximately equal to r എന്ന് വിളിക്കുകയാണെങ്കിൽ VO becomes equal to √g m/r എന്ന് വിളിക്കാം. That is equal to gm പറഞ്ഞാൽ സ്മോൾ gr² ബൈ r ഉണ്ടാവും, r കട്ടാകുമ്പോൾ ആൻസർ ഈസ് √gr. ഇതും എന്തിന്റെ എക്സ്പ്രഷനാണ് മക്കളെ, ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ ആണ്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? സിഗ്മ മീനിങ് ഏത് സിഗ്മയാണാ? സിഗ്മ കുറേ സ്ഥലങ്ങളിൽ സിഗ്മ ഉണ്ട്. ഏത് സിഗ്മയെ ഉദ്ദേശിച്ച് നമ്മൾ സിഗ്മ പറഞ്ഞോ? ഏത് സിഗ്മ, ഏത് ചാപ്റ്ററിൽ ഏത് ടോപ്പിക്ക് സിഗ്മ പറ, അത് ഞാൻ പറഞ്ഞുതരാം. എന്ത് സിഗ്മ ഉദ്ദേശിക്കുന്നത് ശ്രീഹരി? സിഗ്മ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആണ്. ഓക്കെ, ഗ്രീക്ക് ലെറ്റർ ആണ്. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾക്ക് സിഗ്മ, ഡെൻസിറ്റിക്ക് സിഗ്മ കൊടുക്കാറുണ്ട്, റോയും കൊടുക്കാറുണ്ട്, സിഗ്മയും കൊടുക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഏത് സിഗ്മയെ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല, വേഗം പറ. ഈ കമന്റ് ചെയ്തോട്ടോ, ഞാൻ അപ്പോഴേക്കും അടുത്ത് പറയാം. നോക്കും, ഇഫ് ദ സീറോ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇസ് അറ്റ് ഇൻഫിനിറ്റി. സെറ്റ് ആണ്. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്തായിട്ട് എടുക്കല്, സീറോ ആയിട്ട് എടുക്കല്. ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റൽ സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ്. അപ്പൊ എന്താ, ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ്. മക്കളെ ശ്രദ്ധിക്കുക, ടോട്ടൽ എനർജി, അതായത് എനർജി ഓഫ് സാറ്റലൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ടോട്ടൽ എനർജി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 3 എനർജികൾ ഒരു സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. സോ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണാം, -g×m/m/r+h. ഇതാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിലോ, കൈനറ്റിക് എനർജി അതിന്റെ പകുതി ഉണ്ടാവുക, അത് ഇങ്ങനെ ഉണ്ടാവും, gm/m/2 എന്നുണ്ടാവും. ടോട്ടൽ എനർജി ആണെങ്കിൽ ഉണ്ടാവുക, ലിസൺ, ഈ രണ്ടിനും കൂടി സമ്മ ഉണ്ടാവുക. സം എടുക്കുമ്പോൾ ഉണ്ടാവുക -gm/m/2 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വരും. മക്കളെ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നോക്കിക്കേ. കൈനറ്റിക് എനർജിക്ക് ഒരു നെഗറ്റീവ് കൊടുത്താൽ ടോട്ടൽ എനർജി ആയില്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് എന്താ, കൈനറ്റിക് എനർജി.
കൈനറ്റിക് എനർജി. സെറ്റ്. നെക്സ്റ്റ് എന്താണ്? സർ എഴുതിയ സിഗ്മ. ഞാൻ എവിടെ സിഗ്മ എഴുതിയത്? എടാ മോനെ സിഗ്മ എഴുതിയേ? വേർ ഞാൻ സിഗ്മ എഴുതിയില്ലല്ലോ മോനെ. സിഗ്മയോ? ഞാൻ ഇവിടെ സിഗ്മ എഴുതിയിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ സിഗ്മ എഴുതിയിട്ടില്ല മോനെ കേട്ടോ. ശ്രീഹരി എഴുതിയിട്ടില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ്, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഡിക്രീസ് വിത്ത് ഡെപ്ത്. ഓക്കെ, പ്രൂവ് ദ അബവ് സ്റ്റേറ്റ്മെന്റ് ബൈ ഡിറൈവിംഗ് പ്രോപ്പർ ഇക്വേഷൻ. എടാ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഡിക്രീസ് വിത്ത് ഡെപ്ത് എന്നല്ലേ പറഞ്ഞത്? ഡെപ്ത് കൂടുന്തോറും ജി വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഫ്രം ദിസ് ഇക്വേഷൻ ജി ഡാഷ് ഇസ് ഈക്വൽ ടു g into 1 minus d by r. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ പ്രകാരം when depth increases its g value എന്ത് ചെയ്യും? decreases അല്ലേ? നേരെ ഇക്വേഷൻ ഇതാ വെച്ചങ്ങ് പറയാം. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. അടുത്ത് യൂസ് ഇതല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഏത് ഇക്വേഷനാ? റോ ഇസ് ഈക്വൽ ടു 3g by 4 pi rg എന്ന ഇക്വേഷൻ അല്ലേ? ഈ ഇക്വേഷൻ g is equal to 4 pi r rho g by 3 ഇക്വേഷൻ അല്ലേ? ഈ ഇക്വേഷനിൽ ജി ഡാഷ് എന്താ വരിക? 4 pi ഇൻറ്റു ഡെപ്ത് ഹൈറ്റ് പറഞ്ഞ്. ഓക്കെ, ഡെപ്ത സോ സെറ്റാ 4 pi ഇൻറ്റു ആറിന് പകരം r മൈനസ് ഡി ഇൻറ്റു റോ ജി ബൈ 3 കൊടുക്കും. അപ്പോൾ കൊടുക്കുമ്പോൾ ഈ കേസ് വെച്ച് പറയാം എങ്ങനെ? ഡെപ്ത് കൂടുമ്പോൾ ഡി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും r മൈനസ് ഡി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ജി ഡാഷ് എന്ത് ചെയ്യും? കുറയും. ഇങ്ങനെ എഴുതാം. ഇത് വെച്ചും രണ്ട് വെച്ചും പറയാം. നോ ഇഷ്യൂസ്. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. യൂസിംഗ് ദ ഇക്വേഷൻ ഷോ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ സർഫസ് ആൻഡ് 0 അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്. ലിസൺ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം എവിടെയാണ്? എർത്തിന്റെ സർഫസിലും 0 അതിന്റെ സെന്ററിലുള്ള പ്രൂവ് ചെയ്യും. ഇവിടെ നോക്കിയേ, ജി അറ്റ് സർഫസ് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ 4 pi r rho g by എന്താ 3 വരിക അല്ലേ? 4 pi r rho g by 3 ആണ്. അതാണ് എർത്തിന്റെ സർഫസിൽ. ഇനി ജി ഡാഷ് അത് സെന്ററിലേക്ക് അല്ലെങ്കിൽ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ ഇക്വേഷൻ എന്താ? 4 pi r മൈനസ് ഡി ഇൻറ്റു റോ ജി ബൈ 3 ഉണ്ടാവും. സോ ഡെപ്ത് കൂടും തോറും, ഡെപ്തിലേക്ക് പോകും തോറും, ലിസൺ, ഡെപ്തിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? ഈ ഡി വാല്യൂ കുറയും. അപ്പം എപ്പോഴാണ് സെന്റർ ആവുക? അറ്റ് സെന്റർ എർത്തിന്റെ സെന്ററിലേക്ക് എത്തുമ്പോൾ ഡിയും ആറും എന്താവൂടാ? സെയിം ആവും. ഡിയും ആറും സെയിം ആവുന്ന സമയത്ത് വാട്ട് ബിക്കംസ്? ജി ഡാഷ് ദാറ്റ് ബിക്കംസ് 0. അപ്പോൾ ആർ മൈനസ് ഡി എന്നുള്ള ഡി പിന്നെ എന്താ പറയുക? പിന്നെ ഡി മൈനസ് ഡി എന്നാവും. അപ്പോൾ എന്തായി മാറും? 0 വരും. അപ്പോൾ സെൻറ്ററിൽ 0 എന്നുള്ളത് പ്രൂവ് ചെയ്തു. സർഫസിൽ എന്താണ്? അതിൻ്റെ പീക്ക് വാല്യൂ വരും എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഗ്രാവിറ്റേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിലേക്ക് ഹെവി ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഗ്രാവിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അവിടെ നിന്ന് നിർബന്ധം. പിന്നെ വേറെ സംഭവം വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഡെപ്ത് ഇല്ലേ? അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചു വെക്കാൻ ഡെറിവേഷൻ പഠിച്ചു വെച്ചുകൊണ്ട് ലിസൺ. ഒന്ന് വേരിയേഷൻ ഓഫ് ജീൻ്റെ കേസ്, വേരിയേഷൻ ഓഫ് ഏതറാ ജീൻ്റെ കേസ് എന്തായാലും പഠിച്ചു വെക്കണം. വേരിയേഷൻ ഓഫ് ജി നിർബന്ധമാണ്. അത് ഡെപ്തും പഠിക്കണം, ഹൈറ്റും പഠിക്കണം, ഷേപ്പ് ഓഫ് എന്താണ് പിന്നെ എർത്തും പഠിക്കണം. 3 കേസുകൾ പഠിക്കാണ്ട്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ടൈം പീരീഡ്, ഓർബിറ്റൽ വെലോസിറ്റി, അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി. ടൈം പീരീഡ്, ഓർബിറ്റൽ സ്പീഡ്, എസ്കേപ്പ് വെലോസിറ്റി, ഈ സംഭവങ്ങളൊക്കെ ഒരു പ്ലാനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായി പഠിച്ചു വെക്കുക. പിന്നെ മൂന്നാമത്തത് കെപ്ലേഴ്സ് ലോ എത്ര ഉണ്ട് മക്കളെ? 3 ലോസ് ഉണ്ട്. ആ 3 ലോസും നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? സോ കെപ്ലേഴ്സ് ലോയും നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? കെപ്ലേഴ്സ് ലോയും. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. വേരിയേഷൻ ഓഫ് ജീൻ്റെത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടൈം പീരീഡ്, ഓർബിറ്റൽ സ്പീഡ്, എസ്കേപ്പ് വെലോസിറ്റി നിർബന്ധമായി പഠിച്ചു വെക്കണം. കെപ്ലേഴ്സിൻ്റെ 3 ലോസും നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും അധികം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഏത്? ടൈം പീരീഡ്, ഓർബിറ്റൽ സ്പീഡ്, ഈ 2 കാര്യങ്ങൾ സാറ്റലൈറ്റിൻ്റെ ആ ഒരു സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് അല്ലേ മക്കളെ? റെഡി? ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് നോക്കിക്കേ, ഇതാ 3 objects with mass of 40 kilogram. നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
40 കിലോഗ്രാം ഉള്ള ഒരു മാസ് ഈച്ച് ആർ പ്ലേസ്. അപ്പം 3 40 കിലോഗ്രാം മാസ് ഉള്ള ബോഡീസ് ഉണ്ട്. അപ്പോൾ അതിൽ 40 കിലോഗ്രാമിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ അവരെ പ്ലേസ് ചെയ്യാണ്. സോ ഇങ്ങനത്തെ മൂന്നാൾക്കാർ നമ്മൾ 50 സെന്റിമീറ്റർ അകലത്തിൽ പ്ലേസ് ചെയ്തു. ഓക്കെ അല്ലേ? ലൈക്ക് ദിസ് ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി അപ്പോൾ ഇത് 50 സെന്റിമീറ്റർ ഉണ്ട്, 50 സെന്റിമീറ്റർ ആണ്. ഇതും എത്രയാടാ? 50 സെന്റിമീറ്റർ ആണ്. What is the net gravitational force at the center object due to the other two? അപ്പോൾ ഈ രണ്ടാൾക്കാരും ഈ സെന്ററിലെ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആ ചോദിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഇത് 40 ആണ്, ഇത് 40 ആണ്, ഇതും എത്ര? 40 കിലോഗ്രാം. സോ ഈ രണ്ടാളും ഇതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞാൽ ഇയാൾ ഇവന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കും, ഇയാൾ ഇവന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കും. എടാ രണ്ട് മാസ് സെയിം, ഈ രണ്ട് മാസും അതേ മാസ് തന്നെ, ഈ ഡിസ്റ്റൻസ് തന്നെ ഈ ഡിസ്റ്റൻസും. അപ്പോൾ രണ്ട് ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് രണ്ട് ഫോഴ്സും എന്താവും? കട്ടാവും. രണ്ട് ഫോഴ്സും ക്യാൻസൽ ഔട്ട് ആവും. രണ്ട് ഫോഴ്സും ക്യാൻസൽ ഔട്ട് ആകുമ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ സെൻട്രൽ ബോഡി എന്തായിരിക്കും? 0. സോ വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ് ഓൺ സെൻട്രൽ ബോഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. 1 മാർക്കിന് ഉണ്ടാവുക, എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the value of acceleration due to gravity, okay, g is same for all objects at a given place. Does a body have the same weight at the equator and at the poles? അടാ ഒരു ബോഡിക്ക് ഇക്വേറ്ററിലും ഒരു ബോഡിക്ക് ബോഡി ഹാവ് സെയിം വെയിറ്റ് അറ്റ് ദ ഇക്വേറ്റർ ആൻഡ് അറ്റ് ദ പോൾസ്. അതായത് പോളുകളിലും ഇക്വേറ്ററിലും ഒരു ബോഡിക്ക് ഒരേ വെയിറ്റ് ആണ് ഉണ്ടാവുക. അല്ല, പോളിലും ഇക്വേറ്ററിലും ഒരേ വെയിറ്റ് അല്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായി ആ എർത്തിൻ്റെ ജിയോഡ് ഷേപ്പ് വരക്കണം. ഇത് ഇവിടെ നോക്കിയേ, ഇതാണ് ഏത്? ഇക്വേറ്റർ. ഇതാണ് ഏത്? പോള്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ആർ ഇക്വേറ്റർ ആണ്, ഇവിടുത്തെ റേഡിയസ് ആർ പോളാണ്. അപ്പോൾ ആർ ഇക്വേറ്റർ കൂടുതലും ആർ പോൾ എന്താണ്? കുറവുമാണ്. ഈ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാം സ്മോൾ ജി വാല്യൂ എന്താണ്? gm/r² ആണ്. അപ്പോൾ ലിസൺ, ജി ഇക്വേറ്റർ എന്താ? gm/re സ്ക്വയർ ആണ്. ജി പോൾ എന്താണ്? gm/rp സ്ക്വയർ ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റേഡിയസ് ആർക്കാ കൂടുതൽ? ആർ ഇക്വേറ്ററിൽ കൂടുതലാകുമ്പോൾ അവിടുത്തെ ജി വാല്യൂ എന്താ കുറവാ? കാരണം ജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസിന്റെ സ്ക്വയർ ആണ്. സോ അറ്റ് ഇക്വേറ്റർ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദോർ ജി വാല്യൂ വിൽ ബി ലെസ്സർ. ഓക്കെ അല്ലേ? ആ പോയിന്റ് വെച്ച് അടിച്ചാൽ ഫുൾ മാർക്കാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു എന്താണ്? ഷേപ്പ് ഓഫ് എർത്ത് എന്നുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ, പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, at what height above earth's surface the value of g is same as in the mine 80 kilometer deep? Okay sir, okay. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എത്ര ഹൈറ്റിലാണ്? അതായത് എർത്ത്, അതായത് മൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈൻ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിന് താഴേക്കുള്ള കുഴിയാണ്. അപ്പോൾ 80 കിലോമീറ്റർ കുഴിയിലുള്ള ഒരു ബോഡിന്റെ അതേ ജി വാല്യൂ കിട്ടാൻ നമ്മൾ എത്ര ഹൈറ്റിക്ക് പോകണം എന്നല്ലേ ക്വസ്റ്റ്യൻ. സോ എച്ച് അല്ലേ കാണേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ മക്കളെ ഏതാ? 1 - 2h/r ഇൻറ്റു ജി. ഇതാണ് എവിടുത്തെ ഹൈറ്റിലുള്ള എച്ച് ഹൈറ്റിലുള്ള ജീൻ്റെ വാല്യൂ കാണുന്ന ഇക്വേഷൻ. എന്താണ്? ഡെപ്ത് ആണെങ്കിലോ 1 - d/r. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും അതായത് ജി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതായത് ഇതെന്താ സംഭവം? ജി ഡാഷ് എവിടുത്തെ ജി ഡാഷാ? എച്ച് ഹൈറ്റിലെ ജി ഡാഷാ. ഇതെന്താ? ഡി ഡെപ്തിലെ ജി ഡാഷാ. ആ രണ്ട് സാധനവും സെയിം ആണെന്നല്ല പറഞ്ഞത്. അതായത് 80 കിലോമീറ്റർ ഡെപ്തിലുള്ള ജി വാല്യൂവും എത്ര ഹൈറ്റിലുള്ള ജി വാല്യൂലാണ് സെയിം ആവാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഡി ഡെപ്ത് ഇത് 80 കിലോമീറ്റർ ഡെപ്തിലും പോയി, എച്ച് കിലോമീറ്റർ ഹൈറ്റിലും പോയി. രണ്ട് ജിയും അങ്ങ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ജിയും കട്ടാവും. സോ വാട്ട് ഈസ് 1? ഈ വണ്ണും കട്ട്, നെഗറ്റീവ് പോസിറ്റീവ് ആവും. സോ 2h/r ഇസ് ഈക്വൽ ടു എന്താ വരിക? d/r വരും. കട്ട്. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് എച്ച്? d/2. ആൻസർ ഈസ് ഡി എത്ര? 80 km/2. അപ്പോൾ എത്ര പോയാൽ മതി? 40 കിലോമീറ്റർ ഹൈറ്റിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 80 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോയാൽ അതേ ജി വാല്യൂ 40 കിലോമീറ്റർ മുകളിൽ നമുക്ക് ലഭിക്കും കേട്ടോ. യെസ്, എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് ആണോ? എവരിബഡി ക്ലിയർ? റെഡി? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റെഡി?
ബെർണോളി പ്രിൻസിപ്പിൾ നമുക്ക് ഫ്ലൂയിഡ്സ് എടുക്കുമ്പോൾ എടുക്കും ശ്രീകാരി. ഇത് ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണടാ. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ആണോ? സെറ്റാണോ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു. ലിസൺ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. കെപ്ലേഴ്സ് ലോ ഓഫ് ടൈം പീരീഡ്സ്. എടാ, കെപ്ലേഴ്സ് ലോ ഓഫ് ടൈം പീരീഡ്സ് ആണ് ചോദിച്ചത് അല്ലേ? കെപ്ലേഴ്സ് തേർഡ് ലോ ആണ്. എന്താ തേർഡ് ലോ? ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാം നമ്മൾ? ലിസൺ, the square of time period of revolution of a planet around the sun. എന്താ പറഞ്ഞത്? The square of time period of revolution of a planet around the sun is directly proportional to cube of semi-major axis of the elliptical orbit. Listen, എന്ന് പറഞ്ഞാൽ ഇത് സണ്ണ് ചുറ്റിലും ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്? അടാ, സണ്ണിന് ചുറ്റിലും ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാനറ്റിന്റെ റെവല്യൂഷന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസിന്റെ എന്താ ശരിക്കും സെമി മേജർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെങ്കിൽ ഇത് മേജർ ആക്സിസ്, ഇത് മൈനർ ആക്സിസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെമി മേജർ ആക്സിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ത്? ടൈം പീരീഡിന്റെ എന്താ സ്ക്വയർ എന്ന് പറഞ്ഞ്. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ? റെഡി? വേഗം കമന്റ് ചെയ്യ്. റെഡി ആണോ? അപ്പൊ നമ്മൾ ഏകദേശം ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏരിയാസ് കവർ ചെയ്തു. അതിൽ ചെറിയ ഒരു പോയിന്റ് കൂടെ ഞാൻ അവിടെ എക്സ്ട്രാ ആയിട്ട് പറയാൻ ശ്രദ്ധിക്കും. ഇവിടെ നോക്കും, അതായത് വേരിയേഷൻ ഓഫ് ജീൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് സർഫസ് ഓഫ്, ഇവിടെ സർഫസ് ഓഫ് എർത്ത് ആണ്. ഇത് സർഫസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ ഹൈറ്റും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ ഡെപ്തുമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സർഫസിൽ ജി വാല്യൂ ഏറ്റവും മാക്സിമം ആണ്. ഹൈറ്റിക്ക് പോയാലും ഡെപ്തിക്ക് പോയാലും ജി വാല്യൂ കുറയും. ഡെപ്തിലേക്ക് പോകുമ്പോൾ ജി വാല്യൂ ഇതാ ഇങ്ങനെ കുറഞ്ഞു വരും. ഹൈറ്റിലേക്ക് പോകുമ്പോൾ ജി വാല്യൂ പാരാബോളിക് ഷേപ്പിൽ ഇതാ ഇങ്ങനെ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഈ ഗ്രാഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് ആണോ? റെഡി? അപ്പൊ നമുക്ക് തൽക്കാലം ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഇപ്പൊ കവർ ചെയ്തു. റെഡി? സെറ്റ് അല്ലേ മക്കളെ? നന്നായി എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യാം കേട്ടോ. റെഡി? ഓക്കെ, സോ വി ക്യാൻ സീ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.